ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ കോഴികൾക്ക് കൊടുക്കുന്ന ഒരു തീറ്റയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചു. കൂട് തുറക്കണത്രേ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ചോറ് തലേന്നാളത്തത് ബാക്കിയുണ്ടായിനി. അപ്പോൾ ആ ചോറ് വെറുങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല കേട്ടോ കോഴികൾക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിപ്പം സാധാരണ ഞാൻ അവിൽ തവിടാന്ന് ഇടല്. ഇന്ന് ഞാൻ അരി കുത്തിയതിൻ്റെ തവിട കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോറ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരിക്കലും വെറും ചോറായിട്ട് കോഴികൾക്ക് കൊടുക്കാൻ പാടില്ല. നെയ്യ് കിട്ടുന്ന പ്രശ്നം വരും, മുട്ടയിടാണ്ടാവും. അതുകൊണ്ട് ചോറിനകത്ത് മുളക് പൊടിയോ അല്ലെങ്കിൽ തലേനാളത്തെ തന്നെ ബാക്കി വന്ന കറിയെല്ലാം കൂട്ടി കുഴച്ചിട്ട് കോഴികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ കറിയും ഇടുന്നില്ല, മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അതിന് പകരം തവിടാണ് എടുത്തിട്ടുള്ളത്. കോഴികളുടെ നെയ്കട്ടലെല്ലാം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഈ നെല്ലിന്റെ തവിടിന്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കാൽസ്യം പൊടിയാണ് കേട്ടോ. ഇതുപോലെ കാൽസ്യം പൊടിയെല്ലാം വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചു കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതിനും വേണ്ടി സപ്ലിമെന്റ്സിനെല്ലാം വേണ്ടി ചിലവാക്കുന്ന പൈസ എല്ലാം ലാഭിക്കാൻ കഴിയും. ഞാൻ ഈ പൊടി തന്നെ സ്ഥിരമായിട്ട് കാൽസ്യം പൊടിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുവരെ എനിക്ക് മുട്ടക്കോ കോഴികളുടെ കാൽസ്യത്തിന്റെ കാര്യത്തിൽ ഒരു കുറവ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ചോറ് ഇതുവരെ നന്നായിട്ട് തവിടുമായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൂട് തുറക്കണത്രേ. ഞാനിത് കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി പോവേനെ. അപ്പോൾ ഞാനിത് കൂട്ടിൻ്റെ ഉള്ളിലല്ല വെച്ച് കൊടുക്കുന്നത്, പുറത്താണ് കേട്ടോ. രാവിലെ കുറച്ച് സമയം കോഴികൾ എന്തായാലും ഇളക്കി വിടലുണ്ട്, ഒരു ഉച്ചവരെ ഇളക്കി വിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പുറത്ത് ചാക്കി വെച്ചിട്ട് ഞാൻ തട്ടി കൊടുക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാവർക്കും വൃത്തിക്ക് തിന്നാനും എല്ലാവർക്കും കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പാത്രത്തിലാവുമ്പോൾ 3-4 പാത്രത്തിലാക്കണ്ടേ. ഇതാകുമ്പോൾ ഇങ്ങനെ തിന്നതായിരിക്കും അവർക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ നമുക്ക് കൂട് തുറക്കാൻ പോവാം. ഇത് നമുക്ക് ചെറിയ കോഴികളെ കൂട്ടുന്ന കൂടാണ്. ഇതിപ്പോൾ ഇങ്ങനെയെല്ലാം പൊത്തിയതെന്നാണെന്നറിയാം. രാത്രി അപ്പോൾ നായും കുറുക്കാനെല്ലാം വന്നിട്ട് കോഴികളെ വാലെല്ലാം പിടിച്ച് വിളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ പൊത്തി വെക്കുന്നത്. അല്ലാണ്ട് ഈ കൂട് നല്ല ഉറപ്പില്ല കൂടാണ്. കമ്പിയുടെ കുറച്ച് വലുതായി പോയി ആക്കിയത്, അതുകൊണ്ട് വെട്ടിപ്പോയതാണ്. അപ്പോൾ ഇത് കോഴികളെല്ലാം ഇളക്കി. കുഞ്ഞിക്കോഴികളാണ് ആദ്യം ഇളക്കിയിട്ടുള്ളത്. എന്താ അവർ തീറ്റ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയതിനെ ഇളക്കണം. അപ്പം വലുത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും തിന്നാൻ വിടൂല. പൂവൻ കോഴി ഇവരെല്ലാവരും കൊത്തിപ്പായി. ഇനി വലിയ കോഴികളെ ഇളക്കാനാണ് പോകുന്നത്. അപ്പോൾ അവരെ കൂട് വേറെ തന്നെയാണ്. കുറച്ച് ഇപ്പുറത്തേക്ക് കൂടെ മാറ്റിയിട്ട് ചെറിയ ചെറിയ കൂടുകളിലായിട്ടാണ് കോഴികളുള്ളത്. ആ കൂട്ടിൽ എല്ലിലൊന്നും കോഴിയില്ല കേട്ടോ. താഴത്തെ ഒരു കള്ളി, 2 കള്ളിയിൽ താഴത്തെ കള്ളിയിൽ മാത്രമേ കോഴികളുള്ളൂ. മുട്ടയിടുന്ന ഇപ്പം 3 പെടക്കോഴികളും ഒരു പൂവൻ കോഴിയാണ് ഉള്ളത്. അപ്പോൾ അവരെയാണ് ഈ കൂട്ടിനകത്ത് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരിട്ട മുട്ടയാണ് കേട്ടോ അത്. ഞാനതിപ്പോൾ എടുത്തു വെക്കലില്ല. മുട്ടയുടെ കണ്ടാൽ മാത്രമേ അവർ ഇടുന്നില്ല, ഇല്ലെങ്കിൽ പുറത്ത് ഇതുപോലെ നിലത്തെല്ലാം വന്നിട്ട് ഇടുന്നു. അതുകൊണ്ട് ഇപ്പോൾ മുട്ട എടുത്തു വെക്കലില്ല. തീറ്റൻ്റെ ചിലവായാലും ഇതുപോലെ മരുന്നുകളുടെ ചിലവായാലും പരമാവധി കുറച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കോഴി വളർത്തൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന തീറ്റകളും അതുപോലെ കാൽസ്യം സപ്ലിമെന്റ് എന്നീ എന്ത് മരുന്നായാലും അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതായിരിക്കും അത്രയും നല്ലത്. അപ്പോൾ ഇത് ഇവർ തീറ്റയിൽ നിന്ന് ഒരു ഉച്ച സമയം വരെ മേഞ്ഞ് നടക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടിലേക്ക് ആക്കുമല്ലോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് ആർക്കെങ്കിലും ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ.